പലരും ഈ മഴക്കാല സമയങ്ങളിലൊക്കെ വാഷിംഗ് മെഷീൻ സ്പിന്ന് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള കംപ്ലൈൻറ്റുകൾ പറയാറുണ്ട്. സാധാരണയായിട്ട് ഇത് മഴക്കാലത്ത് സംഭവിക്കുന്ന ഒന്നല്ല. ഇത് മുമ്പ് നമ്മുടെ ചില അശ്രദ്ധകൾ കൊണ്ട് സ്പിൻ മോട്ടർ സ്റ്റക്കാവുകയും പിന്നീട് അത് റിപ്പയർ ചെയ്യാതെ ആ സമയത്ത് ആവശ്യമില്ലാതെ മാറ്റി വെക്കുകയും പിന്നീട് അതിരുന്ന് വെള്ളവും മറ്റു കാര്യങ്ങളൊക്കെ ഇരുന്ന് തുരുമ്പായി സെറ്റായിട്ട് മോട്ടർ ഇതുപോലെ തുരുമ്പടിച്ച് പോകുന്നതാണ്. ഇതെല്ലാം കഴിയുമ്പോഴായിരിക്കും മഴ സമയം വരുമ്പോഴത്തേക്ക് നമ്മൾ ടെക്നീഷ്യനെ വിളിച്ച് ഇത് കാണിക്കുന്നത്. ആ സമയത്ത് നമുക്കിത് വലിയ റിസ്ക് ഇല്ലാതെ, നേരത്തെ ആയിരുന്നെങ്കിൽ നമുക്ക് വലിയ റിസ്ക് ഇല്ലാതെ മോട്ടർ നമുക്ക് അഴിച്ചെടുക്കാമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ തുരുമ്പും മറ്റു കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എല്ലാം ജാമായി ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിത് മോട്ടറൊക്കെ പയ്യെ അഴിച്ചെടുത്തു. പിന്നെ അതിൻ്റെ കൂടെയുള്ള ബഫറും അത് ലീക്കുണ്ട്. അപ്പോൾ ഡ്രമ്മ് പയ്യെ ഊരിയെടുത്ത് അതുപോലെ തന്നെ ആ ബഫറിൻ്റെ ബുഷൊക്കെ തുരുമ്പിച്ച് സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് വലിയ റിസ്ക്കാണ്. ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് കുറച്ച് തുണിയൊക്കെ ചുറ്റിയിരിപ്പുണ്ട്. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് സ്പിൻ ഡ്രമ്മിൻ്റെ മുകളിൽ ഇതുപോലൊരു പ്രൊട്ടക്ഷൻ ഗാർഡ് വെക്കാറുണ്ട് തുണിയുടെ മുകളിലായിട്ട്. ഇല്ലെങ്കിൽ തുണി ചാടി ഡ്രമ്മിൻ്റെ താഴേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇത് തുണി ചുറ്റി ഈ ബഫർ കീറി എന്നിട്ട് അതിലൂടെ വെള്ളം ഇറങ്ങിയാണ് മോട്ടർ പോകാറ്. പക്ഷേ നമ്മൾ ആ മോട്ടർ പോകുന്ന സമയത്ത് തന്നെ നമ്മൾ മാറുകയാണെങ്കിൽ ഇത്ര റിസ്ക് നമുക്ക് വരില്ല. കാര്യം ഇത് തുരുമ്പ് പിടിച്ച് സെറ്റായി പോയി. പിന്നീട് മഴ സമയങ്ങൾ വരുമ്പോഴാണ് ഇവരിത് ശരിയാക്കാനായിട്ടൊക്കെ വിളിക്കാറ്. അപ്പോൾ ഇത് നല്ല ടൈറ്റുണ്ട്. നല്ല റിസ്ക് എടുത്തിട്ടാണ് ഈ സാധനങ്ങളൊക്കെ ഊരിയെടുക്കുന്നത്. അങ്ങനെ ഊരിയെടുത്തു. നമുക്കിനി ഇത് പയ്യെ ഇതിൻ്റെ മോട്ടറും മറ്റു കാര്യങ്ങളുമൊക്കെ മാറാം. ഇത് പെട്ടെന്നങ്ങനെ ഊരി കിട്ടത്തില്ല. ഇതിൻ്റെ ബഫർ കീറിയെടുത്തിട്ട് ബുഷ് പയ്യെ അഴിച്ചെടുക്കലേ നിവൃത്തിയുള്ളൂ. അപ്പോൾ ഈ മോട്ടർ മാറുമ്പോൾ നമ്മൾ ഇതിൻ്റെ ബഫറും കൂടെ സെറ്റായിട്ടേ മാറാവുള്ളൂ. ഇല്ലെങ്കിൽ വീണ്ടും വെള്ളം ഇറങ്ങിയിട്ട് മോട്ടർ പോകുന്നതാണ്. ഇപ്പോൾ തുരുമ്പടിച്ച് സ്റ്റക്കായി പോയതാണെങ്കിൽ ബഫർ നിർബന്ധമായിട്ട് മാറിയേ പറ്റത്തുള്ളൂ. കാര്യം അല്ലെങ്കിൽ കറങ്ങില്ല, സ്റ്റക്കായി ഇങ്ങനെ മോട്ടർ നിൽക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ബ്രേക്ക് ഷൂവും പ്ലേറ്റും ഒക്കെ നേരത്തെ തന്നെ തുരുമ്പടിച്ച് ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് നമുക്ക് രണ്ടാമതിന് ഫിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ബ്രേക്ക് ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ മോട്ടർ ഫുള്ളായിട്ട് അഴിച്ച് മാറ്റി പുതിയത് ഇനി റീപ്ലേസ് ചെയ്യാൻ പോവാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബഫറും കൂടെ സെറ്റായിട്ട് മാറണം. അപ്പോൾ നമുക്ക് ഇത് ഒന്ന് മാറി നോക്കാം. അതുപോലെ തന്നെ ഈ പഴയ മോട്ടറിൽ നിന്ന് പുള്ളി അഴിച്ചിട്ട് വേണം നമുക്ക് ഇതിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു സ്ക്രൂ ഡ്രൈവർ കയറ്റി ഇത് ജാമാക്കി വെച്ചിട്ട് മുകളിൽ നിന്ന് നല്ല ടൈറ്റിൽ നിൽക്കുകയാണ്. ആ ടൈറ്റിൽ നിൽക്കുന്ന പുള്ളി നല്ലതുപോലെ ബലം കൊടുത്ത് തന്നെ അഴിക്കേണ്ടി വരും, അല്ലാതെ ഇത് ഊരി വരില്ല. അപ്പോൾ തുരുമ്പ് പിടിച്ച് ആ പാട് സ്റ്റക്കായി നിൽക്കുകയാണ്. കിട്ടത്തില്ല. അങ്ങനെ വളരെ പ്രയാസപ്പെട്ട് തന്നെ ആ പുള്ളി അതിൽ നിന്ന് ഊരിയെടുത്തു. ഇനി പുതിയ മോട്ടറിലേക്ക് ഈ പുള്ളി സെറ്റ് ചെയ്യണം. അതിനുമുമ്പ് മോട്ടറിൻ്റെ വയർ കണക്ഷനിലൊക്കെ കറക്റ്റായിട്ട് കൊടുക്കണം. സ്റ്റാർട്ടിങ്, റണ്ണിങ്, കോമൺ തുടങ്ങിയ വയറുകൾ ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത് കറക്റ്റായിട്ട് തന്നെ നോക്കി കൊടുക്കേണ്ടതാണ്. വയറുകൾ തിരിയാൻ പാടില്ല, മോട്ടർ ഡാമേജ് ആവുന്നതാണ്. അപ്പോൾ അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഡയഗ്രാം നോക്കിയിട്ട് അതുപോലെ തന്നെ പഴയ മോട്ടറിൻ്റെയും അതുപോലെ തന്നെ പുതിയ മോട്ടറിൻ്റെയും സ്റ്റാർട്ടിങ്, റണ്ണിങ്, കോമണും കറക്റ്റ് ഡയഗ്രാം നോക്കി തന്നെ കൊടുക്കേണ്ടതാണ്. കൊടുത്ത് ഞങ്ങൾ മോട്ടർ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് നോക്കാം.
ഈ പുള്ളി സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വെട്ട് കറക്റ്റ് നോക്കി വേണം ഇത് സ്ക്രൂ ചെയ്യാനായിട്ട്.